ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണം എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവവചനത്തിൻ്റെ കീഴിലിരിക്കുന്ന ഓരോ നിമിഷവും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. നാം ചിന്തിക്കുന്ന വിഷയം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണം. അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഒത്തിരി മുഖാന്തരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമാണ് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക. വചനം പറയുന്നു, റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം, പിതാവായി ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചതെന്നുവെങ്കിൽ അവനോടുകൂടെ യേശുക്രിസ്തുവിനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? പിതാവായ ദൈവം തനിക്കുള്ള സകല വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അനുഗ്രഹം പ്രാപിക്കാൻ യേശുവിനെ സ്വന്തമാക്കുക, യേശുവിനെ സ്വീകരിക്കുക. യേശുവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? യേശുവിനെ സ്വീകരിക്കാൻ പല മുഖാന്തരങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമാണ് വചനം സ്വീകരിക്കുക. കാരണം വചനം യേശുക്രിസ്തുവാണ്. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആരാണ് ആ വചനം? വചനം യേശുക്രിസ്തുവാണ്. ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്ന ദൈവമായിരുന്ന വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ വചനമാകുന്ന യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുമ്പോൾ നാം അനുഗ്രഹം അവകാശമാക്കുകയാണ് ചെയ്യുന്നത്. ഈ വചനത്തെക്കുറിച്ച് ദൈവവചനം യേശുക്രിസ്തുവാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഒരു ദർശനം എഴുതിയിരിക്കുകയാണ്. വചനം പറയുന്നു, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനമെന്ന് പേർ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദർശനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ ഇതാ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. ആരാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവാണ്. വചനം ദൈവമായി, വചനം ജഡമായി ഈ ഭൂമിയിൽ പിറന്നു എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് വചനം സ്വീകരിക്കുക. വചനം സ്വീകരിക്കുന്നവർ യേശുക്രിസ്തുവിനെയാണ് സ്വന്തമാക്കുന്നത്. എന്താണ് വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്ന വചനം കേൾക്കുക എന്നുള്ളതാണ്. വചനം കേൾക്കുന്നതിലൂടെ അല്ല യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കുന്നത്. വചനം കേൾക്കുന്നതിലൂടെയാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതെങ്കിൽ എത്രയോ പ്രാവശ്യം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. പക്ഷേ നാം എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നില്ല? വചനം കേൾക്കുന്നതിലൂടെ അല്ല നാം വചനം സ്വീകരിക്കുന്നത്. വചനം സ്വീകരിക്കുന്നു പറഞ്ഞാൽ അതിന് വ്യക്തമായിട്ട് മറുപടി കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. കർത്താവിൻ്റെ വചനം കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ യേശുക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കും. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വചനം യേശുക്രിസ്തുവാണെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ സ്നേഹിക്കുക എന്നാണ്. ദൈവവചനത്തെ സ്നേഹിക്കുന്നവൻ ദൈവവചനം പ്രമാണിക്കും. യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, ദൈവവചനത്തെ സ്നേഹിക്കുന്നവൻ വചനം അനുസരിക്കും, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ വന്ന്. യേശുക്രിസ്തു പറയാണ് ഞങ്ങൾ വന്ന്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് അവൻ്റെ ഉള്ളിൽ വന്ന് അവനോട് കൂടെ വസിക്കും. ആരുടെ ഉള്ളിലാണ് യേശുക്രിസ്തു വസിക്കുന്നത്? ആരുടെ ഹൃദയത്തിലാണ് യേശുക്രിസ്തു ജീവിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നു, വചനമാകുന്ന യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് ആ വചനം അനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, യേശുക്രിസ്തുവിലൂടെ സകല വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നാം ഒന്നാമത് ചെയ്യേണ്ടത് വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിക്കുന്നവൻ
യേശുക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനത്തോട് നമുക്കൊരു സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും നമ്മൾ വചനം കേൾക്കുന്നവരാണ്, പക്ഷേ ഈ വചനത്തെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? വചനത്തെ സ്നേഹിക്കുന്നവൻ യേശുക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്, വചനം അനുസരിക്കുന്നവൻ യേശുക്രിസ്തുവിനെയാണ് കൈക്കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ വചനം സ്വീകരിക്കണമെങ്കിൽ, വചനം അനുസരിക്കണമെങ്കിൽ വചനത്തെ സ്നേഹിക്കണം. ഈ വചനം സ്നേഹിച്ച് ഇത് കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുന്ന വ്യക്തി ഒരു അനുഗ്രഹമാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വചനം കേൾക്കാനൊരു ദാഹമുണ്ടാകുകയുള്ളൂ. അങ്ങനെ വചനം കേൾക്കുന്ന, വചനം അനുസരിക്കുന്ന വ്യക്തികളാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. അർത്ഥാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കണമെങ്കിൽ ഈ വചനത്തെ നാം സ്നേഹിക്കണം. ഈ വചനത്തോട് ദാഹം, ഈ വചനത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഈ വചനം അനുസരിക്കാൻ സാധിക്കും, യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനത്തോട് എന്തുമാത്രം സ്നേഹമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം, അവിടെ വചനം ഇങ്ങനെ എഴുതി